പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അവിടെ ഉഷ്ണതരംഗം ഇന്നലെ ഉണ്ടായെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പാലക്കാട് ജില്ലയിലെ താപനില. നിങ്ങൾക്കറിയാം, ബാരോമീറ്ററിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ടെമ്പറേച്ചർ. കൊല്ലത്തെ പുനലൂരിലും വലിയ ചൂടാണ് രേഖപ്പെടുത്തിയത്. തൃശ്ശൂർ ജില്ലയിലും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. കൊല്ലത്തും ഈ മുന്നറിയിപ്പുണ്ട്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം. നിഖിൽ പ്രമേഷ് ചേരുന്നു പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, പാലക്കാടിൻ്റെ മുകളിൽ സൂര്യൻ കത്തി കാളുന്നു, ആ രീതിയിലുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് ഉഷ്ണതരംഗം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നു. മറ്റു വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം തന്നെ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതാ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ പ്രഖ്യാപനം വരുന്നത്. ഉഷ്ണതരംഗം ജില്ലയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളത്. 2016 നേരത്തെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിലും ഉഷ്ണതരംഗം അന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉഷ്ണതരംഗം ജില്ലയിലുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഹചര്യങ്ങൾ വളരെ മോശമാണ്. സാധാരണ ഒരു ചെറിയ രീതിയിലുള്ള ചൂടൊക്കെ ആണെങ്കിൽ പാലക്കാട്ടുകാർ ഇത് എന്ത് ചൂടാണ് എന്ന് പറയും. മറ്റു ജില്ലക്കാർക്കാണ് സഹിക്കാൻ കഴിയാതെ വരിക. പക്ഷേ ഇപ്പോൾ പാലക്കാട്ടുകാരുടെയും അവസ്ഥ വളരെ മോശമാണ്. അവർക്കും ഈ ചൂട് ഒട്ടും സഹിക്കാൻ കഴിയുന്നതല്ല. പകൽ സമയത്തൊക്കെ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയാണ് വളരെയധികം കഷ്ടം. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടുതൽ സമയം നിൽക്കാൻ കഴിയുന്നില്ല. അതാണ് അവസ്ഥ. എന്തായാലും ജില്ലാ ഭരണകൂടങ്ങൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഇപ്പോൾ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള പുറത്തുള്ള ജോലി പരമാവധി ഒഴിവാക്കണം. നേരിട്ട് സൂര്യാതാപം ഏൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരാണ് ജില്ലയിൽ മരിച്ചത്. അത് ഈ ചൂട് കൂടി വരുന്ന പശ്ചാത്തലത്തിലായിരുന്നു. ഒരാൾ അട്ടപ്പാടിയിലും ഒരാൾ ആലത്തൂരിലുമാണ്. ആ തരത്തിൽ ചൂട് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. സാധാരണ ഒരു ചെറിയ ചൂടൊക്കെ ആണെങ്കിൽ പാലക്കാട്ടുകാരെ അതിനെ നന്നായി പ്രതിരോധിക്കും. പക്ഷേ ഇതിപ്പോൾ ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ, ഇന്നലെ ഈ പോളിംഗ് നടക്കുന്ന ദിവസമായിട്ട് പോലും നല്ല ചൂടായിരുന്നു. ഒരുപക്ഷെ ജില്ലയിലെ പോളിംഗ് ശതമാനം കുറഞ്ഞത് പോലും ഈ ചൂടിൻ്റെ പശ്ചാത്തലത്തിലാണോ എന്നുള്ള ആശങ്ക രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ട്. അത് ആർക്കാണ് അനുകൂലമാവുക, ആർക്കാണ് പ്രതികൂലമാവുക എന്നുള്ള കണക്കുകൂട്ടലിലൊക്കെയാണ് അവരിപ്പോൾ ഉള്ളത്. എന്തായാലും ഈ ചൂട് ഇങ്ങനെ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ വളരെ ഗൗരവത്തിൽ തന്നെ കാണണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ DMOയും ഒക്കെ നൽകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആളുകൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങുന്ന സാഹചര്യമൊന്നും ഉണ്ടാകില്ല. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജോലി എടുക്കുന്ന ആളുകളെയാണ്. പകൽ സമയത്ത് പണിയെടുക്കുന്ന ആളുകൾക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല. അവർക്ക് വരുമാനം കിട്ടണമെങ്കിൽ അവർക്ക് ജോലി ചെയ്തേ മതിയാകൂ. പക്ഷേ ഈ പകൽ സമയത്ത് 11 to 3 വരെയുള്ള ജോലി പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ഇപ്പോൾ 7 മണി കഴിഞ്ഞ് സമയം 7:26 ആയിട്ടുള്ള സ്കെയിൻ. പക്ഷെ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും നല്ല വെയിൽ ഇപ്പോൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കടക്കും തോറും അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യം ഇങ്ങനെ കൂടി വരും. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും പുറത്തിങ്ങനെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. 11, 12 ആകുമ്പോഴേക്കും പറയാൻ പോലും പറ്റില്ല. അപ്പോൾ ആ തരത്തിലാണ് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നത്. വിയർത്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട്ടുകാർ. അവരൊന്ന് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങും, വീണ്ടും അവർ വിയർത്ത് കുളിക്കും. ആ ഒരു സാഹചര്യം തന്നെയാണ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന ആളുകളോടാണ് പറയാനുള്ളത്, ജാഗ്രത പാലിക്കുക. അതല്ലാത്ത ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നവർ ആ തരത്തിലേക്ക് മാറുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. കുറച്ച് ദിവസം കൂടി സമാനമായിട്ടുള്ള ചൂട് തുടരുമെന്ന് കൂടിയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. താങ്ക് യു നിഖിൽ പ്രമേഷ്. പാലക്കാടും തൃശ്ശൂരിലും കൊല്ലത്തും ഉഷ്ണതരംഗം അതുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു ജാഗ്രത പാലിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.